ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളിന് ശേഷമാണ് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഡെയിലി വീഡിയോസൊക്കെ ചെയ്യണം, അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാറി നിന്നതാണ്. ഇൻഷാ അല്ലാ ഇനി മുതൽ കറക്റ്റ് വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും മക്കളും ഇക്കായും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ഇഞ്ചിപ്പുളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നേരെ വീട്ടിലോട്ട് പോകാം. ഇഞ്ചി, അതുപോലെ പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞു, അതുപോലെ കൊച്ചുള്ളിയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളകും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3-4 പ്രാവശ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോഴൊക്കെ ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വീഡിയോ ഇടാതെ കുറേ നാൾ ഫോണിൽ അങ്ങനെ കിടന്നു, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതിപ്പോൾ വീണ്ടും ഇന്നലെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇഞ്ചിയൊക്കെ നമ്മൾ ഒരേ കനത്തിൽ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ എണ്ണയിലിട്ട് വറക്കുന്ന സമയത്ത് എല്ലാതും ഒരേപോലെ ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഞാൻ എണ്ണ ചൂടായപ്പോൾ കൊച്ചുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്കിത്. അപ്പോൾ ഈ ഇഞ്ചി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിലും എണ്ണയ്ക്കകത്തോട്ട് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വറുത്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ക്രഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമുക്കതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കാം. എനിക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ അത്യാവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത്രയും തന്നെ മതി, ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തില്ലേ, അത്രയും തന്നെ മതി. ഇപ്പോൾ ഇത് നമ്മൾ ഇഞ്ചി ചേർക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നും. ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് കിട്ടും കേട്ടോ. അതേപോലെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു പുളിയിഞ്ചി തയ്യാറാക്കുന്നത്. നല്ലെണ്ണയിലും തയ്യാറാക്കാം. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണയാണുള്ളത്, അതുകൊണ്ട് വെളിച്ചെണ്ണ എടുത്തത് മാത്രം. എന്തായാലും ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു കളർ ചേഞ്ച് വരണം, ഗോൾഡൻ കളറാകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പതുക്കെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി കരിഞ്ഞു പോകും കേട്ടോ പെട്ടെന്ന്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഇഞ്ചി വറുത്തെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുറച്ച് ശർക്കര ഒന്ന് പൊടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിഴുപുളി, ഒരു അത്യാവശ്യം വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പിഴുപുളിയും കൂടെ ഞാൻ എടുത്ത് ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശർക്കര അത്യാവശ്യം നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് നമുക്ക് തിളപ്പിച്ചിട്ട് എടുക്കാം, എന്നിട്ട് അരിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ കണ്ടില്ല നന്നായിട്ട് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഫ്രൈ ആയിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ തിരഞ്ഞ് നോക്കുന്നത് എന്താണെന്നറിയോ, ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തെ ഒരു ചെറിയ സാധനം കിട്ടി കേട്ടോ. അപ്പോൾ ഞാനത് കയ്യിലിട്ട് പൊടിച്ച് നോക്കിയപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ എണ്ണയിലിട്ട് കഴിയുമ്പോൾ പൊടിഞ്ഞു പോയില്ലേ, അതുപോലെ അങ്ങ് ക്രിസ്പി ആയിട്ട് അങ്ങ് പൊടിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നോക്കിയപ്പോൾ കാണാൻ വീണ്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് ഡൗട്ടായത് എന്താണെന്നുള്ളത്. ഫൈനലി ഞാൻ കണ്ടുപിടിച്ചത് എന്താണെന്നുള്ളത് പ്ലാസ്റ്റിക്കൊന്നും അല്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു പോയി ഈ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും, കാരണം ഈ വീഡിയോ എനിക്ക് ഇടാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. കാരണം അതിനകത്ത് പ്ലാസ്റ്റിക്കൊക്കെ കിടക്കുന്നുണ്ട്, നമ്മളതെങ്ങനെ ഇടുക. അപ്പോൾ എനിക്ക് ആകെ പോയി ഇതെല്ലാം വേസ്റ്റായി എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതൊന്നും അല്ല കേട്ടോ. നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള പച്ചമുളകിൻ്റെ ആ ഒരു തൊലി ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ഇളകി വന്നിട്ട് ഡ്രൈ ആയതാണ്. അങ്ങനെ എനിക്ക് പ്ലാസ്റ്റിക് പോലാണ് കേട്ടോ തോന്നിയത്. നല്ല വിഷമമായി, കാരണം ഇത് മൊത്തം കളയണമല്ലോ, ഇതെങ്ങനെ പറന്ന് വന്നു എന്നൊക്കെ ചിന്തയായി. പിന്നെ പക്ഷേ സൂക്ഷിച്ച് നോക്കിയപ്പോൾ വീണ്ടും അതുപോലെ കിടക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഡൗട്ടായി ഇതെന്താ ഇങ്ങനെയാണ്. ഞാനാണെങ്കിൽ ഇഞ്ചി എല്ലാം കട്ട് ചെയ്ത് അപ്പം തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. അത് ഇഞ്ചി വേറെ മാറ്റി വെച്ചിട്ടൊന്നുമില്ല, നേരെ അടുക്കളയിലോട്ട് കൊണ്ടുവന്നു, ചീനച്ചട്ടി വെച്ചു, അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇത് എവിടെ നിന്ന് വന്നു ചിന്തയായി. എന്തായാലും ഞാൻ കണ്ടുപിടിച്ചു, നമ്മുടെ പച്ചമുളകിൻ്റെ ആ ഒരു സ്കിന്നാണ് കേട്ടോ അങ്ങനെ ഡ്രൈ ആയി കിടന്നത്. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ തൊലി ഇളകി അതിനകത്ത് വീണതാണ് ചെറുതായിട്ട് അങ്ങനെ കിടക്കുന്നത്. എന്തായാലും സമാധാനമായി. ഞാൻ എന്തായാലും അതിനകത്ത് മുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർത്തത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും.
എന്നിട്ടൊന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ട് അത് ചൂടാറിയ ശേഷം അവർക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടമല്ല, കാരണം അത് ഫ്രൈഡ് ജിഞ്ചർ ആണെങ്കിൽ പോലും നമുക്കത് കടിക്കുമ്പോൾ ഒരു വല്ലാത്ത പോലെയാണ്. അതുകൊണ്ട് ഞാൻ ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം അതുപോലെ ഇഞ്ചി ശർക്കര എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചീനച്ചട്ടിയിലോട്ട് നമ്മുടെ ക്രഷ് ചെയ്തിട്ടുള്ള ആ ഒരു ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിനകത്ത് വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലായി അതിനകത്ത് എത്രത്തോളം വെളിച്ചെണ്ണ ഉണ്ടെന്നുള്ളത് മനസ്സിലാകും. വേണമെങ്കിൽ കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകൊക്കെ ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഞാൻ എണ്ണ അധികം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാത്തതാണ് കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം വെളിച്ചെണ്ണ ഇപ്പം തന്നെ ഉണ്ട്. പുളിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ആ ഒരു മിക്സിയുടെ ജാറോടെ ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ചേർത്തു. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് വറ്റിച്ച് കുറുക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡിയാകും. എന്തായാലും ഇതൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ഇഞ്ചിപ്പുളി അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാം. ഇനി കൂടുതൽ വറ്റിച്ചെടുക്കേണ്ട, കാരണം ഇഞ്ചിപ്പുളി നമ്മൾ എന്തായാലും ആ ടൈം തന്നെ യൂസ് ചെയ്യില്ലല്ലോ, പിറ്റേ ദിവസമല്ലേ എടുക്കുള്ളൂ. ആ ടൈം ആകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് കുറുകി ഇരിക്കും. ഞാനിപ്പോൾ എന്തായാലും സ്റ്റൗ ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ പെട്ടെന്ന് തീരുന്ന സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. മക്കളും കഴിക്കാറുണ്ട്. ഇങ്ങനെ ക്രഷ് ചെയ്തിടുന്നതുകൊണ്ട് തന്നെ അവർക്ക് അറിയില്ല. ഇതിപ്പം കുറച്ചൊന്ന് തരിതരിയായിട്ട് കിടപ്പുണ്ട് അതിനകത്ത്, എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഒത്തിരി ഇഷ്ടമാണ്. ഇതിന് മുമ്പ് ഞാൻ ചെയ്തത് നന്നായിട്ട് അരച്ചിട്ടാണ് കേട്ടോ ചേർത്ത്, നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഞ്ചിയുടെ ആ ഒരു കടിക്കാനൊന്നും കിട്ടുകയില്ലായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിള്ളേരുടെ കാര്യം അറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പെട്ടെന്ന് തയ്യാറാക്കാൻ നമുക്ക് കുറേ നാൾ കേടുവിടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ബൈ.